ഹലോ, ഈസി ആയിട്ടേ ഞാൻ ചെയ്തെടുത്ത പൂക്കളാണിതെല്ലാം. അപ്പോൾ ഇതുപോലെ ഒരു അടിപൊളി പൂവ് നിങ്ങൾക്കും ചെയ്തെടുക്കണോ? ഹെയർ ബോക്കെ ആയിട്ട് യൂസ് ചെയ്യാം. ഇതാണ് ആ സംഭവം. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ക്ലാസ് തുടങ്ങാം. അപ്പം ഞാൻ ഈ ആണിനെ ഇങ്ങനെ ചുറ്റിയെടുത്തിട്ടുണ്ട്. നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന പോലെ നേരെ നോക്കി ചുറ്റിയെടുക്കുക കേട്ടോ. അപ്പോൾ ഇത് ഞാൻ വേറെ വീഡിയോസിലൊക്കെ ചെയ്തിട്ടുണ്ടടാ. അപ്പം ഇത് മനസ്സിലാകാത്തവർ അതും കൂടി ഒന്ന് നോക്കുക. എന്നിട്ട് ഞാൻ വളരെ പതുക്കെ ആണിനെ ഇങ്ങോട്ടേക്ക് മാറ്റി ഇതിലെ സെക്കൻഡ് ലൂപ്പിലൂടെ എന്ത് കിടത്തുക? നമ്മുടെ ഹുക്കിനെ കിടത്തി വിടുക. എന്നിട്ട് ആ ഹുക്ക് അങ്ങനെ പിടിച്ചിട്ട് യാൺ ടൈറ്റ് ചെയ്യുക. ഇപ്പം ഞാൻ യാൺ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി എന്താ ചെയ്യേണ്ടതെന്നറിയോ? ഈ നൂല്, ദാറ്റ് മീൻസ് യാൺ പിടിച്ച ആ ഒരു വേ ഒക്കെ നേരെ നോക്കുക. എന്നിട്ട് ഈ ഒരു ഹുക്കിനെ പതിയെ ഒന്ന് യാൺ ഓവർ ചെയ്ത് ആ ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ നമ്മളൊന്ന് വലിച്ചെടുക്കുക. ഇപ്പോൾ നമുക്ക് ഫസ്റ്റ് ചെയിൻ കിട്ടി, ഇത് സെക്കൻഡ് ചെയിൻ. ഇങ്ങനെ നമ്മൾ 4 ചെയിൻ ഇടുകയാണ്. ഇത് നമ്മുടെ മൂന്നാമത്തെ ചെയിന്. ആൻഡ് ദിസ് ഈസ് അവർ ഫോർത്ത് ചെയിൻ. ഇപ്പം നമ്മൾ എത്ര ചെയിനാക്കി? മൊത്തം 4 ചെയിൻ എടുത്തിട്ടിട്ടുണ്ട്. ഈ ഒരു 4 ചെയിൻ കഴിഞ്ഞാൽ ഇതിൻ്റെ ആദ്യത്തെ ചെയിനിൻ്റെ ഉള്ളിൽ കൂടെ നമ്മുടെ ഹുക്കിനെ കിടത്തി വിടുക. ഇപ്പം ഞാൻ ആദ്യത്തെ ചെയിനിൻ്റെ ഉള്ളിൽ കൂടെ ഹുക്കിനെ കിടത്തി വിട്ടു. ഇപ്പം നമുക്ക് 2 ലൂപ്പ് വന്നു. ആ ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ യാണിനെ ഒന്ന് കിടത്തി വിട്ടതിന് ശേഷം അതിനെ ഒരു ലൂപ്പാക്കി മാറ്റി. ഇപ്പോൾ മനസ്സിലായോ നിങ്ങൾക്ക്? ഇനി ഈ പ്രോസസ്സ് കഴിഞ്ഞാൽ വീണ്ടും എന്ത് ചെയ്യുക? ഒരു 4 ചെയിന് വീണ്ടും എടുക്കണം. അപ്പോൾ ഇനി നമുക്ക് വീണ്ടും ഒരു 4 ചെയിന് എടുക്കാൻ പോവുകയാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. വളരെ സിമ്പിളാണ്. സെയിം പ്രോസസ്സ്. 1 2 3 4. ഇങ്ങനെ നമ്മൾ 4 ചെയിൻ എടുത്തു. ഇനിയാണ് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ ഹൂക്കിനെ ഈ 4 ചെയിൻ എടുത്തതിന് ശേഷം വീണ്ടും 2 യാൺ ഓവർ ചെയ്യുക. ഇപ്പം നമ്മൾ 2 യാൺ ഓവർ ചെയ്തു. ഇപ്പം നമുക്ക് ഇനി യാൺ ഓവർ ചെയ്തിട്ട് ആ ഹുക്കിൻ്റെ ഉള്ളിൽ കൂടെ ഇതിനെ വീണ്ടും യാണിനെ വലിച്ചെടുത്തു. ഇപ്പം നമുക്ക് 4 ലൂപ്പ് കിട്ടി കേട്ടോ. 1 2 3 4 4 ലൂപ്പ് കിട്ടി. ഇനി ഇതിനെ മാറ്റിയിട്ട് ഇപ്പം 3 ലൂപ്പാക്കി. ഇനി വീണ്ടും ഹുക്കിനെ പുൾ ത്രൂ ചെയ്തിട്ട് യാണിനെ എടുത്തു. ഇപ്പം എന്തായി? വീണ്ടും 2 ലൂപ്സ് കിട്ടി. ഇനി വീണ്ടും എന്ത് ചെയ്യുക? ഒരു തവണയും കൂടിയും ഹുക്സിനെ എടുക്കുക. ഓക്കെ, ഇപ്പം എങ്ങനെയായി? 4 പാറ്റേണായി. 2 പാറ്റേണായി. ഇനി വീണ്ടും ഈ ഒരു 2 പാറ്റേൺ കഴിഞ്ഞാൽ വീണ്ടും 2 യാൺ ഓവർ ചെയ്യുക. ഇനി വീണ്ടും ആ വലിയ ഹോളിൻ്റെ ഉള്ളിൽ കൂടെ വീണ്ടും ഹുക്സിനെ കിടത്തി യാണിനെ പുൾ ത്രൂ ചെയ്ത് വലിച്ചെടുക്കുക. ഇപ്പോൾ സെയിം പ്രോസസ്ഡാ. ഇപ്പോൾ എത്ര? 4 ലൂപ്പായി. ഇതിൽ ആദ്യത്തെ 2 ലൂപ്പ് കൂടെ യാണിനെ വീണ്ടും വലിച്ചെടുക്കുക. ഇപ്പോൾ നമുക്ക് 3 ലൂപ്പായി. വീണ്ടും വലിച്ചെടുക്കുമ്പം എത്രയായി? ഈ പറഞ്ഞ കൂട്ടത്തിൽ 2 ലൂപ്സായി. ഇനി വീണ്ടും യാണിനെടുക്കുക. അപ്പോൾ നമുക്ക് 3 ചെയിൻ പാറ്റേൺ വീണ്ടും കാണാൻ പറ്റും അല്ലേ? ഇനി അതുപോലെ ഒരു ചെയിൻ പാറ്റേണും കൂടി ഉണ്ടാക്കാൻ വീണ്ടും 2 യാൺ ഓവർ ചെയ്യുക. ഇനി ആ വലിയൊരു ഹോളിൽ കൂടെ ഹുക്സിനെ വീണ്ടും കടത്തി വിട്ട് യാണിനെ പുൾ ത്രൂ ചെയ്തെടുക്കുക. ഇപ്പോൾ സെയിം പ്രൊസീജിയർ. നമുക്ക് എത്ര ലൂപ്പായി? 4 ലൂപ്പായി. വീണ്ടും അതിൽ 2 ലൂപ്പിനെ യൂസ് ചെയ്തിട്ട് യാൺ ചെയ്തു. ഇപ്പോൾ 3 ലൂപ്പ്. വീണ്ടും 2 ലൂപ്പിനെ അതിൻ്റെ ഇടയിൽ കൂടെ യാണിനെ വലിച്ചെടുത്തു. ഇപ്പം വീണ്ടും 2 ലൂപ്സായി. വീണ്ടും എന്ത് ചെയ്തു? അതിനെ വീണ്ടും നമ്മൾ വലിച്ചെടുത്തു. ഞാനിങ്ങനെ സിമ്പിൾ ഭാഷയിലാട്ടോ പറഞ്ഞു തരുന്നത്. ഇനി നമുക്ക് 4 ചെയിൻ പാറ്റേൺ ആയി കഴിഞ്ഞാൽ 1 2 3 4 നമ്മൾ എന്ത് ചെയ്യുക? വീണ്ടും 4 ചെയിൻ ഇടുക. അതായത് ഇതൊരു പെറ്റലാണ്. ഈ ഒരു പെറ്റലിനെ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വീണ്ടും നമ്മൾ എന്ത് ചെയ്തത്? 4 ചെയിൻ വീണ്ടും നമ്മൾ കൊടുത്തു. ഇനിയാണ് ഈ ഒരു ഹൂക്സിനെ ആ വലിയൊരു ലൂപ്പ് കൂടെ എടുത്തതിന് ശേഷം, മെയിൻ ലൂപ്പ് കൂടെ എടുത്തതിന് ശേഷം, ഇപ്പം മെയിൻ ലൂപ്പ് കൂടെ എടുക്കുവാണ്. എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്, ഇതിനെ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. അതായത് ആദ്യത്തെ സ്റ്റിച്ചിനെ വലിച്ച് വീണ്ടും
എടുത്ത് ഒറ്റ സ്റ്റിച്ചാക്കുക. ഇതിനാണ് സ്ലിപ്പ് സ്റ്റിച്ച് എന്ന് പറയുന്നത്. ഇപ്പം നമ്മുടെ ഫസ്റ്റ് പെറ്റൽ കഴിഞ്ഞു. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കിയെല്ലാം സിമ്പിളാണ് കേട്ടോ. ഇനി എന്ത് ചെയ്യുക, അടുത്ത പെറ്റൽ വീണ്ടും ഈ ഒരു സെയിം പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുക. ഈ ഒരു പ്രോസസ്സ് വീണ്ടും റിപ്പീറ്റ് ചെയ്യുക. അപ്പം എന്താകും, നമുക്ക് അടുത്ത പെറ്റലും ആകും. അതിന് വേണ്ടിയിട്ട് ഇത് വീണ്ടും എത്ര ചെയിൻ ഇടണം, 4 ചെയിൻ ഇടണം. അപ്പോൾ 1 2 3 4. ഇനി അതിനുശേഷം നിങ്ങൾക്കറിയാം എന്താ ചെയ്യേണ്ടത്, 2 യാൺ ഓവർ ചെയ്യുക. 2 യാൺ ഓവർ ചെയ്തു. ദെൻ ഹുക്സിനെ അതിൻ്റെ മെയിൻ ഹോളിൽ കൂടെ വീണ്ടും നമ്മൾ പുൾ ത്രൂ ചെയ്ത് യാണിനെ വലിച്ചെടുത്തു. ഇപ്പം നമുക്ക് 4 ലൂപ്പ് കിട്ടും. അതിൽ 2 ലൂപ്പ് കൂടെ യാണിനെ വലിച്ചെടുക്കുക. എഗെയിൻ 2 ലൂപ്സ് അത് കൂടെ വീണ്ടും വലിച്ചെടുക്കുക. പിന്നെ ഒരു 2 ലൂപ്സ് കിട്ടും, അതിനെ വീണ്ടും വലിച്ചെടുക്കുക. സോ ഇവിടെ 2 ചെയിൻ പാറ്റേൺ കംപ്ലീറ്റ് ആയി. ഇനി നിങ്ങൾക്കറിയാമല്ലോ വീണ്ടും എന്ത് ചെയ്യുക, അങ്ങനെ റിപ്പീറ്റ് ചെയ്യുക. അങ്ങനെ ഞാനിതേ ഇപ്പം എന്താക്കി, 2 പെറ്റലാക്കി. ഇനി ഞാൻ 3ാമത്തെ പെറ്റൽ ചെയ്യാൻ പോവാണ്. അപ്പം ഇതാണ് ഇതിൻ്റെ ഒരു പ്രോസസ്സ്. ഈ ഒരു പ്രോസസ്സ് നമുക്ക് നേരെ ചെയ്താൽ തന്നെ എന്താകും, നല്ല ഭംഗിയുള്ള ബോ കിട്ടുന്നുണ്ടടാ. ഈ ഒരു ഇത് മാത്രം പഠിച്ചാൽ മതി. സത്യം പറഞ്ഞാൽ ഈ ഒരു പാറ്റേൺ പഠിച്ചാൽ തന്നെ നമുക്ക് ഒത്തിരി എന്ത് ചെയ്തെടുക്കാൻ പറ്റുമെന്ന് അറിയോടാ, ഫ്ലവേഴ്സ് ചെയ്തെടുക്കാൻ പറ്റും. ഈ ഒരു പാറ്റേൺ ആണ് കുറച്ച് ഒരു സിമ്പിളായിട്ടുള്ളതും, അതുപോലെ തന്നെ അത് നമുക്ക് കാണുമ്പോൾ ടഫായിട്ട് തോന്നും, എന്നാലും ഭയങ്കര സിമ്പിളായിട്ടുള്ള പാറ്റേൺ ആണ് കേട്ടോ. ഇപ്പം ഞാൻ 3 പെറ്റൽസ് കംപ്ലീറ്റ് ചെയ്തു. ഇതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക, 4ഉം 5ഉം എത്ര പെറ്റൽസ് വേണമെങ്കിലും ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്തെടുക്കാം. 4ാമത്തെ പെറ്റലും ഇവിടെ കഴിഞ്ഞു കേട്ടോ. അപ്പം ഇത് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റി പോസ്റ്റിലൊക്കെ ഇത് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളെ പോസ്റ്റ് ഇടുക. അതായത് വെക്കേഷൻ ടൈമിലൊക്കെ നിങ്ങൾക്കിത് യൂസ്ഫുൾ ആണ് കേട്ടോ. നമുക്കൊരു വർക്ക്ഷോപ്പ് പോലെയൊക്കെ ചെയ്ത് എനിക്ക് പറഞ്ഞു തരണമെന്ന് ആഗ്രഹമുണ്ട്. നിങ്ങൾക്കിത് മനസ്സിലായെങ്കിൽ എനിക്കൊന്ന് കമൻറ്റ് ഇട്ട് റിപ്ലൈ തരണേടാ. ഇഷ്ടമായി കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് എൻ്റെ കൂടെ പോരും വേണം കേട്ടോ. മറക്കണ്ട, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എനിക്ക് കമൻറ്റ് സെക്ഷനിൽ കാണുമ്പോൾ ഒത്തിരി സന്തോഷമാണ്. അതുപോലെ ഇത് നമുക്ക് വെക്കേഷൻ ടൈമൊക്കെ ആകുമ്പോൾ ഒരു വർക്ക്ഷോപ്പ് പോലെയൊക്കെ സ്റ്റാർട്ട് ചെയ്യാം. നമ്മളതിന് ഇത് ചെയ്ത് പ്രസൻറ്റ് ചെയ്യുന്നവർക്ക്, അതായത് നമ്മുടെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ പോസ്റ്റ് ചെയ്യുന്നവർക്ക് ഒരു പ്രത്യേക സമ്മാനമൊക്കെ നൽകുന്നതാണ്. നമ്മുടെ ബാക്ക് ടു സ്കൂൾ ഗീവ് അവേ ഒക്കെ എന്താ പറയുന്നത്, ഇതങ്ങ് ചെയ്ത് ഫിനിഷ് ചെയ്ത് കാണിച്ചു തന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന ആൾക്കാരെ തിരഞ്ഞെടുക്കാമെന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. അപ്പം ഇതാണ് നമ്മളുടെ ഒരു പ്രോജക്റ്റ് കേട്ടോ. ഗീവ് അവേ കംപ്ലീറ്റ് ചെയ്യാൻ, അതായത് ഗീവ് അവേക്ക് വിന്നേഴ്സിനെ സെലക്ട് ചെയ്യാനുള്ള ഒരു പ്രൊജക്റ്റ് ഇതാണ്. നിങ്ങളിത് പഠിക്കുക, എന്നിട്ട് ചെയ്തിട്ട് നമ്മുടെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇത് പോസ്റ്റ് ചെയ്യുക. ക്ലിപ്പായിട്ടൊന്നും വേണ്ട, ജസ്റ്റ് ആ ഒരു ഫ്ലവറിനെ മാത്രം പോസ്റ്റ് ചെയ്യുക. അതിൽ തിരഞ്ഞെടുക്കുന്നവർക്ക് ഞാൻ ഗീവ് അവേ പ്രൈസ് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ എങ്ങനെയുണ്ട് സംഭവം? ഇഷ്ടമായി കഴിഞ്ഞാൽ കലക്കിയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ കൂടെ പോരാൻ മറക്കരുതേ. താങ്ക് യു.